അപ്പോൾ ബ്ലെൻഡർ കിറ്റിനെ കുറിച്ച് ഏകദേശം എല്ലാം മനസ്സിലായല്ലോ. ഇതിപ്പോൾ നമുക്കൊരു ബ്ലെൻഡർ കിറ്റിന്റെ സെർച്ച് ബാർ ഉണ്ടാവും, അതിൽ നമുക്ക് സെർച്ച് ചെയ്യാം. ഉദാഹരണത്തിന് ഞാനൊരു അനിമേഷന്റെ ഇതിന് വേണ്ടിയിട്ട് ഒരു കാറിന്ന് സെർച്ച് ചെയ്യണം. എന്നിട്ട് നമുക്ക് റൈറ്റ് ക്ലിക്ക് കൊടുക്കണം, അപ്പോൾ നമുക്ക് അത് വരും. ഓക്കെ, നമുക്ക് ഏതാണ് ഇപ്പം എൻ്റെ ഒരു കമ്പ്യൂട്ടറിന്റെ സ്പെസിഫിക്കേഷൻ ഈ ഒരു ചെറുത് മതി നമുക്ക്. ഇത് മാത്രമല്ല, ഇതിൽ നമുക്ക് ടെക്സ്റ്ററും കിട്ടും, അത് ഞാൻ പറയാം. ഓക്കെ, ഞാനിവിടെ ഒരു കാറ് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു ആനിമേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. ഇതൊരു കാർ, ഈ കാർ നമുക്ക് സെപ്പറേറ്റ് നമ്മളൊരു കാറ് മേക്ക് ചെയ്യുന്നതാണ് നമ്മൾ ഓരോന്നും ഉണ്ടാക്കണം. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ടും കിട്ടും, നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ എല്ലാം റെഡി ആയിട്ടുണ്ടാവും. ഓൾറെഡി ഈ കാറിൻ്റെ അടിയിലൊരു എം ടി ഉണ്ടാവും. എം ടിയിലൊരു കറുപ്പ് ലൈനുകളൊക്കെ ഉണ്ടാവും. അതെന്താന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടി ജോയിൻ്റ് ആക്കിയിട്ട് ഈ എം ടി ആണ്. ഈ എം ടിയിൽ എന്താ ഗുണം പറഞ്ഞു പറഞ്ഞാൽ, ഈ എം ടി നമുക്ക് ഗ്രാബ് ജി അമർത്തിയിട്ട് മൂവ് ആക്കാൻ പറഞ്ഞാൽ എല്ലാം കൂടി മൂവ് ആകും. അതാണ് ഇതിൻ്റെ ഉപയോഗം. ഇപ്പം നമ്മൾ ഡോറിൽ ക്ലിക്ക് കൊടുത്തിട്ട് ജി അമർത്തിയ ഡോർ മാത്രവും അങ്ങനെ ബോഡി മാത്രം അങ്ങനെയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ജോയിൻ്റ് ആക്കിയിട്ടുള്ളതാണ് ഈ എം ടി. ഓക്കെ, ഇനി നമുക്ക് അനിമേഷനായിട്ട് ബേസിക് ആയിട്ട് ഒരു അനിമേഷന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ടൈം ലൈൻ ഒന്ന് പൊക്കാം. പൊക്കിയിട്ട് ഈ ടൈം ലൈൻ അവിടെ ഈ എം ടി നമുക്ക് ക്ലിക്ക് ചെയ്യാം. അതിലാണ് നമുക്ക് അനിമേഷൻ നമുക്ക് കാണിക്കേണ്ടത്. അപ്പം ഐ അമർത്താം. ഐ ആണ് ഇൻസേർട്ട് കീ ഫ്രെയിം മെനു. ഐ ആണ് ഇതിൻ്റെ ഷോർട്ട് ഫോം. അതിലാദ്യം ലൊക്കേഷൻ്റെ അനിമേഷനാണ് ഞാൻ നോക്കുന്നത്. അവിടെ ഒരു കീ ഫ്രെയിം, അവിടെ ആ ഒരു കർസർ പോയിന്റിൻ്റെ സെൻറ്ററിലുണ്ട്, അതൊരു കീ ഫ്രെയിമായി. ഇനി നമുക്ക് ഒരു 240 എന്ന ഇതിലേക്ക് ആക്കിയിട്ട് ഇതിൻ്റെ പ്രിവ്യൂവിൽ നമുക്ക് വ്യൂ പോർട്ടിൽ ജി അമർത്തിയിട്ട് ഇതിനെ മൂവ് ആക്കാം. വൈ ഡയറക്ഷനിൽ മൂവ് ആക്കാം. ഒരു -100 അല്ലെങ്കിൽ 150 കൊടുക്കാം. എൻ്റർ അമർത്തി കഴിഞ്ഞാൽ അത് മൂവ് ആയിട്ടുണ്ടാവും. അത് എല്ലാം കൂടി ബേസിക് ആയിട്ടുള്ള ഒരു അനിമേഷനാണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അല്ലാണ്ട് അത്രയ്ക്ക് ഇതൊന്നുമല്ല, ഡിഫിക്കൽട്ടായിട്ടുള്ളതൊന്നുമല്ല. ഇപ്പം 100 മീറ്ററിൽ അപ്പുറത്താണ് ഇത് കിടക്കുന്നത്. ഓക്കെ, ഇതാണ് വണ്ടി. അപ്പം ഇനി നമുക്ക് ഈ കീ ഫ്രെയിം ഒന്ന് ആഡ് ചെയ്യണം. ഐ അമർത്തിയിട്ട് ലൊക്കേഷൻ ആഡ് ചെയ്യാം. ഓക്കെ, 239 കീ ഫ്രെയിം ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇത് ബാക്കോട്ടാക്കാം. നമുക്ക് അടുത്തേക്ക് കൊണ്ടുവരാം. ഇതിപ്പോൾ സെൻറ്റർ പോയിന്റിലാണ്. ഇനി നമുക്ക് സ്പേസ് ബാർ അമർത്തിയിട്ട് ഒന്ന് പ്ലേ ചെയ്യാം, അത് മൂവ് ആവും. കണ്ടോ, നമുക്ക് കീ ഫ്രെയിം നമുക്കൊന്ന് വലുതായി കഴിഞ്ഞാൽ കാണും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇത് നമ്മൾ മൂവ് ആകുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ സൂം ഔട്ടൊക്കെ ആക്കേണ്ടി വരും. അതിന് വരുന്നത് നമുക്ക് ഇനി ക്യാമറ വ്യൂ ഒന്ന് സെറ്റ് ചെയ്യണം. ക്യാമറ വ്യൂ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ക്യാമറൻ്റെ ഓപ്ഷൻ എടുത്തിട്ട് അവിടെ ക്യാമറ നമുക്ക് ഇതിപ്പോൾ ബേസിക് ആയിട്ടുള്ള അതിലുള്ള സെറ്റിങ്സിൽ തന്നെ നിർത്തുകയാണ്. എന്നെ അമർത്തിയിട്ട് ഓപ്ഷൻസ് എടുക്കാം. ഓപ്ഷൻസിൽ വ്യൂവിൽ ക്യാമറ വ്യൂ നമ്മൾ ലോക്ക് ചെയ്തിടാം. ക്യാമറ വ്യൂ ലോക്ക് ചെയ്താൽ അപ്പോൾ നമുക്ക് ക്യാൻസലൊക്കെ എന്നിട്ട് നമുക്ക് മൂവ് ആക്കിയാൽ ക്യാൻസലൊക്കെ എന്തുകൊണ്ട് ചെയ്യാം അവിടെ നമുക്ക് ആക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ ഔട്ട്ലൈനറിൽ പോയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഈ വ്യൂ പോർട്ടിൽ തന്നെ മതി. ഞാനിപ്പോൾ ഔട്ട്ലൈനറിൽ ക്യാമറയും സെലക്ട് ആക്കി, ഈ കാറിൻ്റെ എം ടിയും സെലക്ട് ആക്കി. എന്നിട്ട് ഇവിടെ വ്യൂ പോർട്ടിൽ വന്നിട്ട് മൗസ് പോയിന്റ് വെച്ചിട്ട് Ctrl+P അമർത്താം. എന്നിട്ട് സെറ്റ് പാരന്റ് ടു ഒബ്ജക്റ്റ് അത് രണ്ടും കൂടി ഒരു ഒബ്ജക്റ്റായിട്ട് നിർത്തുക. അപ്പോൾ ഇതെന്താ ഗുണം പറഞ്ഞു പറഞ്ഞാൽ, നമ്മൾ എം ടി മൂവ് ആകുമ്പോൾ ക്യാമറയും മൂവ് ആവും. അപ്പം ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഇനി നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ അയ്യോ
ഇനി നമുക്ക് ക്യാമറ സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് അതേപോലെ തന്നെ ഈ കാറിൻ്റെ ഇതും സെലക്ട് ചെയ്യാം. എം ടിയും സെലക്ട് ചെയ്തിട്ട് Ctrl+P അമർത്താം. എന്നിട്ട് ഒബ്ജക്റ്റ് ഓക്കെ. ഇനി എന്താ ഗുണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഇതാണല്ലോ അത് മൂവ് ആവുന്നത്. നമുക്ക് എൻ്റർ അമർത്തി കഴിഞ്ഞാൽ ഈ ക്യാമറയും കൂടി മൂവ് ആവും. ഓക്കെ, നിങ്ങൾ ക്യാമറ വ്യൂവിൽ നോക്കി കഴിഞ്ഞാൽ നോക്കിയാൽ കണ്ട, ഇതാണ് ക്യാമറയും ആനിമേഷൻ ആക്കാം, നമുക്ക് ഒരു ഒബ്ജക്റ്റ് ആനിമേഷൻ ആക്കാം. അപ്പോൾ ഇതിൽ കാറിന് ടയറൊന്നും റൊട്ടേറ്റ് ആവുന്നില്ല എക്സാക്ട് ഡയറക്ഷനിൽ. അപ്പോൾ ഇതാണ് ഇതിലുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ആനിമേഷൻ. ഇനി ഇതിൽ നമുക്ക് കുറച്ച് സെറ്റപ്പ് ഒക്കെ ചെയ്യാനുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം.